ഒരു മലയാള മാധ്യമവും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സംഭവം ഇന്ത്യൻ പാർലമെന്റിൽ നടന്നിട്ടുണ്ട്. അതായത് മോദിക്ക് നേരെ ഒരു ആക്രമണത്തിനുള്ള ഒരു ശ്രമം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഒരു ചർച്ച നടത്തിയിട്ട് ഇന്ത്യ സഖ്യം ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഓം ബിർളയെ പുറത്താക്കാനായിട്ട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനായിട്ടാണ് ഒരു നീക്കം നടത്തുന്നത്. അതിൽ കോൺഗ്രസ് പറയുന്ന ഒരു 3 പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഈ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. 2, ഈ കോൺഗ്രസിന്റെ ഒരു 8-9 എംപിമാരെ ഓം ബിർള പിടിച്ച് പുറത്താക്കി. അതിലും കോൺഗ്രസിന്റെ അഭിപ്രായം, അതായത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം ചോദിച്ചില്ല. 3, നരേന്ദ്രമോദിയെ ആക്രമിക്കാനായിട്ട് വനിതാ എംപിമാർ ഒരു നീക്കം നടത്തിയിരുന്നു. അതിലും രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം ഒന്നും തന്നെ ഓം ബിർള കേട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ ഓം ബിർള രാഹുൽ ഗാന്ധിയോട് ചോദിച്ചില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതുകൊണ്ട് ഓം ബിർളയെ മാറ്റണം, സ്പീക്കറിനെ മാറ്റണം, അതിനായി ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം. അതുകൊണ്ടായിരിക്കണം ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്പീക്കർ എന്ന നിലയിൽ ഓം ബിർള രാഹുൽ ഗാന്ധിയുടെ വാക്ക് കേൾക്കാതെ നിൽക്കുന്നത്. കാരണം ഓം ബിർള വ്യക്തമായ ചില നിലപാടുകളോടെയാണ് വരുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീലങ്കയിലും നേപ്പാളിലും ഒക്കെ നടന്ന ജൻസി വിപ്ലവം ഇന്ത്യയിൽ നടത്താം, അതിനുള്ളൊരു തുടക്കമായിട്ട് ഇത്തരമൊരു പ്രക്ഷോഭം ലോക്സഭയിൽ തന്നെ കൊണ്ടുവരാമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിചാരം. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു വിഷയം എടുത്തിരുന്നതും അവിടെ കിടന്ന് പാർലമെന്റിൽ കിടന്ന് വെള്ളം വയ്ക്കുന്നതും. ഒടുവിൽ രാഹുൽ ഗാന്ധി പറയുന്ന കാരണങ്ങളിലൊന്ന്, ബജറ്റിന്റെ ധനാഭ്യന്തര ചർച്ചയിൽ പ്രതിപക്ഷ നേതാവിനെ മറുപടി പറയാൻ സ്പീക്കർ അനുവദിച്ചില്ല. അങ്ങനെ സ്പീക്കർക്ക് തന്നെ രാഹുൽ ഗാന്ധി കത്ത് കൊടുത്തിരുന്നു. അതൊക്കെ അതിൻ്റെ ഒരു വശമാണ്. 2, 8 എംപിമാരെ ബഹളം വെച്ചതിന്റെ പേരിൽ 8 എംപിമാരെ പുറത്താക്കി. അത് തന്നോട് ആലോചിക്കാതെ ചെയ്തു. ഒരിടത്തും അങ്ങനെ ചരിത്രമില്ല. ലോക്സഭയിലായാലും കേരള നിയമസഭയിൽ പോലും അങ്ങനെ ഒരു ചരിത്രമില്ല. പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു വരുത്തി നിങ്ങളുടെ 8 പേര് സസ്പെൻഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ 6 പേര് സസ്പെൻഡ് ചെയ്യട്ടെ. ഇതൊരു സർക്കാർ നടത്തുന്ന ഒരു സമരപരിപാടിയൊന്നുമില്ല. നേതാക്കളെ വിളിച്ചു നിർത്തി 8 പ്രതികളെ തരാൻ പറയുന്നത്. അപ്പോൾ ബഹളം വെച്ച 8 പേര് ആരൊക്കെയാണോ അവിടെ ബഹളം വെച്ച രേഖകളുണ്ടായിരുന്നത്, അവർ 8 പേരെയും ഈ സഭ ഏപ്രിൽ 13 ബജറ്റിന്റെ 2ാം ഘട്ട ചർച്ച ചെയ്യുന്നത് വരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. 3, ചില വനിതാ എംപിമാരെ ഉപയോഗിച്ച് പ്രധാനമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് വളരെ വ്യക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ആ വിവരം പുറത്തു വന്നു. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധിക്ക് കിടന്ന് കഴിയണം. രാഹുൽ ഗാന്ധിക്ക് തന്റെ നിലപാട് അറിയിക്കണം, തന്റെ വിശദീകരണം പറയണം. സ്പീക്കർ പറഞ്ഞു വേണ്ട, അതിന്റെ ആവശ്യമില്ല. രാഹുൽ ഗാന്ധി പറയുന്നത് പ്രതിപക്ഷ നേതാവൊക്കെ തന്നെയാണ്. പക്ഷെ ഇത്തരം ഒരു ഇന്ത്യ സഖ്യത്തിലെ എംപിമാരെ ഉപയോഗിച്ച് ഇത്തരം ഒരു തോന്നിയാസം കാണിക്കാൻ പോയാൽ അതിന് മറുപടി അർഹിക്കുന്നില്ല. അങ്ങനെയാണ് ഇപ്പോഴിതാ ഒരു സ്പീക്കർക്കെതിരെ, ഡെപ്യൂട്ടി സ്പീക്കർ ലോക്സഭയിലില്ല, അപ്പോൾ സ്പീക്കർക്കെതിരെ ഇംപീച്ച്മെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഇംപീച്ച്മെന്റിന് മഹാനായ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരിക്കും ഭൂരിപക്ഷം വേണം. ഇതേ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ നരേന്ദ്രമോദിയും തന്നെ മന്ത്രിമാരും കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സർക്കാർ രൂപീകരിക്കാൻ ഭൂരിപക്ഷമില്ല. അപ്പോൾ പിന്നെ എങ്ങനെ സ്പീക്കർ ഇംപീച്ച് ചെയ്യാൻ ഭൂരിപക്ഷം ഉണ്ടാകും? അപ്പോൾ സെക്രട്ടറി ജനറലിനാണ് കത്ത് കൊടുക്കാൻ പോകുന്നത്. അതെ, ഡെപ്യൂട്ടി സ്പീക്കറിനകത്തോട് സെക്രട്ടറി ജനറലിന് കത്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഇത് ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ, ഇംപീച്ച്മെന്റ് പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ സ്പീക്കർ ആ ഡയസിൽ ഉണ്ടാകാൻ പാടില്ല. പകരം സ്പീക്കറുടെ ചെയറിലുള്ള മറ്റൊരു ലോക്സഭയിൽ സ്പീക്കറുടെ ചെയറിലിരിക്കാൻ ആ പാനലിലുള്ള മറ്റൊരു MP, മുതിർന്ന MP ഇരിക്കും. അതായിക്കോട്ടെ, അത് പ്രതിപക്ഷത്തായാലും മറുപക്ഷത്തായാലും MP ഉണ്ടാകും. പക്ഷേ തള്ളിപ്പോ അത് സ്വാഭാവികമാണ്. തള്ളിപ്പോകുന്നത് സ്വാഭാവികം. പക്ഷെ ഈ ഒരു അനാവശ്യമായ ബജറ്റ് അവതരിപ്പിച്ച് അതിന്റെ ധനാഭ്യന്തര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വേളയിൽ ബജറ്റ് ചർച്ചകളെ അലമൂലപ്പെടുത്തുക, അതിനെ അട്ടിമറിക്കുക, പിന്നെ പറ്റുമെങ്കിൽ പ്രധാനമന്ത്രിക്ക് 2 പൊട്ട് കൊടുക്കുക, അതൊക്കെ തന്നെയാണ് പ്രധാനമന്ത്രി കവളത്ത് കുത്താൻ ശ്രമിച്ചു. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ അപായപ്പെടുത്താൻ എന്ത് ചെയ്താലും അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി SPG കാറ്റഗറി, സുരക്ഷാ കാറ്റഗറി ഉള്ളതാണ്. രാഹുൽ ഗാന്ധിയും SPG കാറ്റഗറി ഉള്ളതാണ്. ഈ രാഹുൽ ഗാന്ധി SPG കാറ്റഗറി എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണോ ഈ രാഹുൽ ഗാന്ധി സ്വയമേവ കുഴി കുഴിക്കുന്നതെന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു അപകടാവസ്ഥയാണ്. രാഹുൽ ഗാന്ധി പോകുന്ന വഴി അത് ഇന്ത്യയിലെ ഒരു ഇന്ത്യക്കാരനും തിരഞ്ഞെടുക്കത്തിന് വഴി കൂടിയാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. മുതിർന്ന നേതാക്കളെല്ലാം വെറുപ്പിച്ച് പണ്ടേ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഗുലാം നബി ആസാദ് അടക്കം പാർട്ടി വിട്ടത്. പല മുതിർന്ന നേതാക്കളും പാർട്ടി വിട്ടതും അതുകൊണ്ട് തന്നെയാണല്ലോ. അതേ അവസ്ഥ രാഹുൽ ഗാന്ധി ഞാൻ മാറാൻ തയ്യാറല്ല എന്ന നിലപാടിൽ രാഹുൽ ഗാന്ധി ഇപ്പോഴും പോകുന്നു.
പക്ഷെ ഇതിലൊരു കോമഡി ഉണ്ട്. ഈ ഇന്ത്യ സഖ്യത്തിലുള്ള എംപിമാർ ആരാണെന്ന് പോലും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല, പ്രിയങ്ക ഗാന്ധിക്ക് അറിയില്ല. കാരണം ഈ നരേന്ദ്രമോദി ആക്രമിക്കാനായിട്ട് ഈ ഒരു കോൺഗ്രസിലെ ഒരു മുതിർന്ന വക്താവും വനിതാ വക്താവും പ്രിയങ്ക രാഹുലൊക്കെ ഒരു തിരക്കഥ ഒരുക്കിയപ്പോൾ ഇവർ ആദ്യം ചെന്ന് പറഞ്ഞത് ഈ ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ എംപിമാരാണെന്ന് വിചാരിച്ച് ഇവർ ചെന്ന് പറഞ്ഞത് ഷിൻഡെ വിഭാഗത്തിലെ എംപിമാരുടെ അടുത്താണ് ചെന്ന് പറഞ്ഞത്. ഈ ഷിൻഡെ വിഭാഗത്തിലെ എംപിമാർ നേരെ ഓം ബിർളയുടെ അടുത്ത് പറയുന്നു, ഇവര് നേരെ ഓം ബിർള നേരെ SPGയുടെ അടുത്ത് പറയുന്നു, IBയുടെ അടുത്ത് പറയുന്നു. കൂടാതെ മോദിയെ വിളിച്ചു പറയുന്നു, വരണ്ട, വന്നാൽ നിങ്ങൾക്ക് അടി കൊള്ളാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. വന്നാൽ നിങ്ങൾക്കെതിരെ പാർലമെന്റിന്റെ ശോഭ കെടുത്തുന്ന ചില നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാർലമെന്റിന്റെ നന്ദിപരമായ ചർച്ചയിൽ നിന്നും വിട്ടു നിൽക്കുന്നതാകും നല്ല ഉചിതമെന്ന് സ്പീക്കർ നിർദ്ദേശിക്കുന്നു. പ്രധാനമന്ത്രി അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു. അവർ പറയുന്നത് പ്രധാനമന്ത്രി ഭയന്ന് ഒളിച്ചോടിയെന്നൊക്കെയാണ്. അപ്പൊ അതിൽ കാര്യമില്ല. കാരണം സുരക്ഷാ ഉദ്യോഗസ്ഥർ വേണ്ട എന്ന് പറഞ്ഞാൽ അതും ലംഘിച്ച് പല റോഡ് ഷോയിലും പ്രധാനമന്ത്രി ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കമൊക്കെ പുലർത്തുന്നുണ്ട്. പക്ഷേ SPG സുരക്ഷാ ഉദ്യോഗസ്ഥർ വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട തന്നെയാണ്. അതനുസരിക്കാൻ പ്രധാനമന്ത്രി ബാധ്യസ്ഥനാണ്. അത് അവരുടെ ബ്ലൂ ബുക്കിൽ വ്യക്തമായി എഴുതി ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ളവരുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, കനിമൊഴി MP ഉണ്ട്, കനിമൊഴി MP DMK ഉണ്ട്. അങ്ങനെ പല വനിതാ MPമാരും അവിടെ ഉണ്ട്. മഹുവ മൈത്ര അടക്കമുള്ള തൃണമൂലിന്റെ MPമാരടക്കം ഉണ്ട്. അപ്പൊ ഇതിൽ ആരൊക്കെയാണ്? അങ്ങനെ മഹുവ മൈത്രയും നമ്മുടെ ജോൺ ബ്രിട്ടാസൊക്കെ അവരുടെ അടുത്ത ബന്ധമാണ്. ശശി തരൂരുമായിട്ട് മഹുവ മൈത്ര അടുത്ത ബന്ധമാണ്. കാരണം അവർ മികച്ച പാർലമെന്റ് സുഹൃത്ത് ബന്ധം കൂടിയുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഏത് കോൺഗ്രസിലിരുന്ന് എങ്ങനെയൊക്കെ തീരുമാനിക്കുമെന്ന് വ്യക്തമായി മറ്റാർക്കും അറിയില്ലെങ്കിലും അത് സഭയുടെ നാഥൻ എന്ന പേരിൽ സ്പീക്കർ ഓം ബിർളയ്ക്ക് വ്യക്തമായിട്ട് ആ വിവരം ലഭിക്കും. ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ അങ്ങോട്ട് വരുന്നതിൽ നിന്നും വിലക്കിയതല്ല ഉന്നയിച്ചത്, വരണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വലിയൊരു വിപത്ത് ഒഴിവായി. ഒരു വിപത്തുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാനാണ് BJP സർക്കാർ ഓം ബിർളയൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ അത് ആ സംഭവങ്ങൾ, നാടകീയ സംഭവങ്ങൾ പാർലമെന്റിൽ അരങ്ങേറിയനെ അതിന്റെ പേരിൽ രാജ്യം നിന്ന് കത്തുകയും ചെയ്തു. പക്ഷെ അത്തരമൊരു വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്ക് ഒന്നും പോകാൻ സ്പീക്കർ സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് സ്പീക്കർ നരേന്ദ്രമോദിയെ തടഞ്ഞത്. അദ്ദേഹം